കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFനെ മറികടന്ന് NDA സ്ഥാനാർത്ഥി പി സുധീർ രണ്ടാമതെത്തിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഇത്തവണ മണ്ഡലം നിലനിർത്താൻ ഇറങ്ങിയ സിറ്റിംഗ് MLA OS അംബികയ്ക്ക് എതിരാളിയായി പി സുധീറുണ്ട്. UDFന്റെ സന്തോഷ് ഭദ്രൻ കൂടി സജീവമായതോടെ പോരാട്ടവും ശക്തം. കഴിഞ്ഞ തവണ 31,000 വോട്ടുകൾക്കായിരുന്നു LDFന്റെ OS അംബികയുടെ വിജയം. എന്നാൽ മികച്ച പ്രകടനമാണ് NDAയും കാഴ്ചവെച്ചത്. 10,000-ലധികം വോട്ടുകൾ വർദ്ധിപ്പിച്ചെന്ന് മാത്രമല്ല, UDFനെ മറികടന്ന് രണ്ടാം സ്ഥാനത്തും NDA എത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും NDA മുന്നേറ്റമുണ്ടാക്കി. ഇതാണ് പി സുധീറിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ആളുകൾ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ഒരു മണ്ഡലത്തിലാണ് ഇപ്പോൾ മത്സരിക്കുന്നത് എന്നുള്ള ആത്മവിശ്വാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും സാഹചര്യമല്ല നിയമസഭയിലേക്കെന്നാണ് LDFന്റെ നിലപാട്. തന്റെ പ്രവർത്തനങ്ങൾ ഇത്തവണ ഭൂരിപക്ഷം കൂട്ടുമെന്ന് OS അംബിക. ഒരു ആശങ്കയില്ല. നമ്മളിപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഞങ്ങൾ 26,000 വോട്ടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. കോൺഗ്രസ് നമ്മുടെ നിന്നിൽ കുറച്ച് 10,000 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. തീർച്ചയായും അതുകൊണ്ടാണ് ഞങ്ങൾ LDF വരുന്നത്. വെറും 1,324 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന NDAയുമായി ഉണ്ടായിരുന്നുള്ളൂവെന്ന് UDF സ്ഥാനാർത്ഥി സന്തോഷ് ഭദ്രൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തവണ ഒന്നാം സ്ഥാനം ഉറപ്പെന്നും സന്തോഷ് ഭദ്രൻ. ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എത്തിച്ചേരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അത് ഫീൽഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ആളുകളുടെ സ്നേഹത്തിൻ്റെയും ഞങ്ങളുടെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോ ദിവസം കഴിയും പിന്തുണ കൂടിക്കൂടി വരുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പ്രചാരണം കൂടുതൽ ശക്തമാക്കുകയാണ് മുന്നണികൾ. കഴിഞ്ഞ തവണ 31,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് OS അംബിക ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ചു കയറിയത്. ഇത്തവണ ഈ സുധീറും സന്തോഷ് ഭദ്രനും പോരാട്ടം കടുപ്പിക്കുകയാണ്. ഇതോടെ മത്സരഫലം എന്താകുമെന്ന ആകാംക്ഷയും കൂടുകയാണ്. ക്യാമറമാൻ ഉണ്ണി പാലാഴിക്കൊപ്പം സിജോ വി ജോൺ, മീഡിയ 1.